വീഞ്ഞൊടു കുഷ്ഠം തളർവാദം പുറജാതി ശ്രീ കൂനിയഹോ അന്തനൊടു ശാനാകന്ത്യ 50 നോമ്പിൻ വാരങ്ങൾ. 50 നോയമ്പിലെ ഏഴാമത്തേതും അവസാനത്തേതുമായ ഈ ആഴ്ചയിലെ ചിന്താവിഷയം ഓശാന പെരുന്നാളും അതേ തുടർന്ന് യേശുവിൻ്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. ശിഷ്യന്മാരുൾപ്പെടെ വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാമായിരുന്ന യേശു യെരുശലേമിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ അത്ഭുതങ്ങളാണ് നടന്നത്. എതിരെയുള്ള ഗ്രാമത്തിൽ പോയി അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരുവാൻ പറഞ്ഞു. ശിഷ്യന്മാർ പോയി അഴിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ ഉടമസ്ഥൻ യാതൊന്നും ചോദിക്കാതെ അവയെ വിട്ടയച്ചു. ജനങ്ങൾ അതിന്മേൽ തുണികൾ വിരിച്ചു, റോഡിൽ അവർ കുരുത്തോല വിരിച്ചു. യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന അർത്ഥമുള്ള ഹോശാന എന്ന് ജനം ആർത്തുപാടി. ദേവാലയത്തിലെത്തിയപ്പോൾ അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും യേശു അടിച്ച് ഓടിച്ചു. ദേവാലയം ശുദ്ധീകരിച്ചു. വളരെ എളിമയോടെ കഴുതക്കുട്ടിമേൽ കയറി വന്ന കർത്താവ് അവിടെയുള്ള മഹാപുരോഹിതന്മാരെ വരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ബലവാനായിട്ട് ആണ് ദേവാലയം വിശദീകരിച്ചത്. നമ്മളെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ വിശദീകരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.